SNDP LP സ്കൂൾ തിരുമേനിയുടെ നേതൃത്വത്തിൽ വിദ്യാലയ സുരക്ഷാ സമിതിയുടെയും ചെറുപുഴ പോലീസിന്റെയും സഹകരണത്തോടെ കുഞ്ഞുകരങ്ങൾ ലഹരിക്കെതിരെ എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഫാബ്രിക് പെയിന്റിൽ കൈമുക്കി വെള്ളപ്രതലത്തിൽ കൈപ്പതിപ്പുകൾ പതിപ്പിച്ച് ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിന് കൈമാറി. ഓരോ കൈപ്പതിപ്പും ലഹരിക്കെതിരായ കുഞ്ഞു മനസ്സുകളുടെ പ്രതിജ്ഞയുടെ പ്രതീകമായി മാറി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം PJ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KC പ്രസൂൺ അധ്യക്ഷനായി. ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ ASI VV സിന്ധുമണി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ആളുകളാണ് പോലീസുകാർ. പോലീസിനെ കുഞ്ഞുങ്ങൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കുഞ്ഞുമക്കളും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ വരുമ്പോഴും സ്കൂളിലെത്തിയാലും വീട്ടിലായാലും പല പല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതെന്തെല്ലാമാണ് അറിയോ? സ്കൂളിൽ വരുന്ന സമയത്ത് നിങ്ങൾ ബസ്സിനാണോ വരുന്നത്? സ്കൂൾ ബസ്സിനാണോ വരുന്നത്? നടന്നു വരുന്നവരുണ്ടോ? അപ്പോ നിങ്ങൾ നടന്നു വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ വഴിവക്കിൽ കാണുന്ന അപരിചിതരോ മറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മുട്ടായിയോ മധുരപലഹാരങ്ങളോ എന്ത് തന്നാലും അത് നിങ്ങൾ വാങ്ങി കഴിക്കരുത്. കഴിക്കോ? വാങ്ങോ? ഇല്ല. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും സാധനം നിങ്ങൾ ഏൽപ്പിച്ച് അടുത്ത ആൾക്ക് കൊടുക്കണം, അത് ഇന്ന ചേട്ടായിനെ ഏൽപ്പിക്കണം, അതിന് പകരമായി നിങ്ങൾക്ക് മുട്ടായി തരാം, അങ്ങനെ പറഞ്ഞ് പല വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളോട് എന്തെങ്കിലും സാധനങ്ങൾ തന്നാൽ മക്കളത് വാങ്ങരുത്. മനസ്സിലായോ? അതുപോലെ വീട്ടിലാരെങ്കിലും മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ രക്ഷകർത്താക്കള് എല്ലാം നല്ല ആളുകളാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളും അവരെ മാതൃകയാക്കി നല്ല കുഞ്ഞുങ്ങളായി വളരണ്ടേ? വേണോ? വേണ്ടേ? നന്നായി പഠിച്ചു കൊടുക്കുമാറാവണ്ടേ? നാളെയുടെ വാഗ്ദാനങ്ങളല്ലേ നിങ്ങള്? നാളെ ഈ നാടും പിന്നെ രാജ്യവും ഈ ലോകവും തന്നെ നിങ്ങളുടെ കൈകളിലായിരിക്കും മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? അപ്പോ അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ശീലിക്കുക. മനസ്സിലായോ? അപ്പൊ തമ്മിൽ നമ്മളൊരു കൂട്ടുകാരനെ എന്തെങ്കിലും അപകടം പറ്റുമോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കുക. ചെറുപ്പത്തിലെ തന്നെ പരസ്പര സഹായ ശീലങ്ങള് നമ്മൾ പാലിച്ചു വരിക. അതുപോലെ വീട്ടിലായാലും നമ്മുടെ ഭക്ഷണം കഴിച്ച പാത്രം നമുക്ക് കഴുകാൻ പറ്റില്ലെങ്കിൽ അടുക്കളയിൽ അമ്മനെ ഏൽപ്പിക്കാം. അമ്മ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളെ എന്ത് ഭക്ഷണമാകട്ടെ അവരുടെ കഴിവിനനുസരിച്ച് നമ്മുടെ വീട്ടിലെല്ലാവർക്കും എല്ലാ സമയവും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് വളരാനും അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ശീലിക്കണം. അതുപോലെ മൊബൈൽ ഒരുപാട് കാണുന്ന ആളുകളുണ്ടോ? മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്ന ആളുകളുണ്ടോ? മൊബൈൽ ഫോണ് ഒരു പരിധി കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. ആ സമയത്ത് ചിത്രങ്ങൾ വായിക്കാറുണ്ടോ? പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? മൊബൈൽ നോക്കി നമ്മുടെ കണ്ണും മനസ്സും മന്ദിപ്പിക്കുന്നതിന് പകരം നമ്മുടെ കഥാപുസ്തകങ്ങളും അതുപോലെ പിന്നെ അങ്ങനെയുള്ള മാസികകളും പുസ്തകങ്ങളും വായിച്ച് വായനാശീലം ആദ്യം തന്നെ നമ്മൾ വളർത്തണം. സീനിയർ CPO KV ലത, പ്രധാനാധ്യാപകൻ NJ വർഗീസ്, സ്കൂൾ മാനേജർ KD ഉദയൻ, മദർ PTA പ്രസിഡന്റ് ദീപ സിജോ, സീനിയർ അസിസ്റ്റന്റ് മഞ്ജു മധു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ EA റാണി,
KR രമ്യ, KR മിനി, AK അജിത്, PN രാജൻ, PS സജി, സുനീഷ് കുമാർ, പ്രസീജ മനേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ കുട്ടികളുടെ പങ്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.